ആരാ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആരാ? കാസിം ഉസ്താദല്ലേ? അതെ, ആരാ? ഞാൻ ചേട്ടി വേങ്ങരനെ വിളിക്കണേ. പറയും. മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന പേര്. പറഞ്ഞോളി. ഉസ്താദിന്റെ ഒരു പ്രസംഗം ഇപ്പൊ ഈ ഇലക്ഷൻ അടുപ്പിച്ചിട്ട് മൊത്തത്തില് മറ്റേ നമ്മളെ ലീഗിനെ ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞാണ്ടൊരു ഇത് നമ്മളെ ഖുർആന്റെ ആയത്ത് വെച്ചുകൊണ്ട് പറഞ്ഞൊരിതുണ്ട്. അതിപ്പോ മൊത്തത്തില് പ്രചരിക്കുന്നുണ്ട്. പണ്ട് ബാബക്ക് തങ്ങളെ കാലത്തെ ലീഗിനെ പറ്റി പറഞ്ഞതാണ്. അത് ഇപ്പത്തെ ഈ ജാഹിലികളെ ലീഗിനൊന്നും അത് തന്നെയാണ്. പണ്ട് കാലത്ത് ലീഗൊക്കെ നല്ല സാധനമായിരുന്നു അന്ന് പറഞ്ഞതാണ്. അല്ലാതെ ഈ വൈകുന്നേരമായ കള്ളുടിച്ചുള്ള ലീഗായിരിക്കും അത് തെളിവായി പറയാൻ പറ്റില്ല. അതാണ് ഞാനും നമ്മളിപ്പോ ലീഗിന്റെ കോണി സ്വർഗത്തിലേക്കാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നുണ്ട്. അത് ബാപ്പക്കനെ പൂക്കോന്റെ ലീഗാണ്. ഇന്നത്തെ വഹാബിയത്തിനെ താലോലിക്കുന്ന ആ രീതി, വഹാബിയത്തിനെ താലോലിക്കുന്ന രീതി, അത് താലോലിച്ചാൽ മുസ്ലിമത്ത് തകരും. ഇവരെ യഥേഷ്ടം കയറൂരി വിടുക. ഇവര് നമ്മളെ ഇഫ്താർ മീറ്റിൽ വന്നിട്ട് ശംസുലമനെ പറ്റി രണ്ട് മതി പറഞ്ഞാൽ മൂടന്മാരായ പമ്പര മൂടന്മാരായ തലയിൽ ആൾ താമസമില്ലാത്ത സുന്നികൾ വിചാരിക്കുക നമ്മളെ MLA MP ഒക്കെ സുന്നിയാണ്. അയ്യയ്യേ എന്റെ ചുണ്ണികളെ, നിങ്ങളെത്ര വലിപ്പുണ്ടല്ലോ. ചില MP-മാരെ എനിക്കറിയാം, കേരളത്തിലെ മുസ്ലിം MP-മാരെ. സംഘടനകൾ പാടില്ല, തെറ്റാണ്, അത് സംഘടനകൾ യൂറോപ്പാണ് അങ്ങനെയൊക്കെ പറയുന്നു. ഇതൊക്കെ ഇയാൾ പറയും. പക്ഷെ ഇയാൾ സലഫിയാണ്, ഒപ്പിട്ടടക്കും. പക്ഷെ ഇയാൾ വഹാബിയാണ്, കള്ള വഹാബിയാണ്. തിരിച്ചറിഞ്ഞോളി, അയാൾ വഹാബിയാണ്. സുന്നികൾ പറ്റാൻ നിൽക്കണ്ട. തൊപ്പിട്ട് നടക്കുന്ന ഒരു മുസ്ലിം MP ഉണ്ട്, അയാൾ വഹാബിയാണ്. കേരളത്തിൽ തൊപ്പിട്ട് നടക്കുന്ന ഒരു മുസ്ലിം MP ഉണ്ട്. സമയം കുറച്ചും കൂടി കഴിഞ്ഞാൽ അയാളെ പേര് പറയും. ഇനി നിങ്ങൾക്ക് തിരിഞ്ഞില്ലെങ്കിൽ പേര് പറയേണ്ടി വരും. അയാൾ കള്ള വഹാബിയാണ്, അയാളെ സൂക്ഷിക്കുക. അത് തികഞ്ഞ വഹാബിയാണ്, അയാൾ തനി വഹാബിയാണ്. അയാളെ കയറൂരി വിട്ടാൽ അയാൾ സുന്നത്യമായി നശിപ്പിക്കും. പല സുന്നി പ്രവർത്തകന്മാരും അയാളെ ക്ലാസ്സിന് പോയി വഹാബികളായ അനവധി സുന്നികളുണ്ട്. അയാൾ കള്ള വഹാബിയാണ്. അയാളെ കരുതി ബഹുമാനപ്പെട്ട അവസ്ഥ. അയാളെ മര്യാദ പഠിപ്പിച്ചോളി. ഇവനൊക്കെ നമ്മൾ വോട്ട് ചെയ്ത് ഇവനെ MP ആക്കുക. എന്നിട്ട് ഇവനെന്താ പണി? ഡൽഹിയിലവർക്ക് പണിയൊന്നുമില്ല. ഡൽഹിയിലവർക്ക് കീഴ്വായി വിട്ട് കിടന്നിറങ്ങണ പണിയുള്ളൂ. ഇവിടെ വന്നിട്ട് വഹാബി ഉണ്ടാക്കുക, അതവരെ പണി. ഈ ജാതി നമുക്ക് MP-മാർക്ക്. എന്നിട്ട് ഇവരെ ഇജി താങ്ങിക്കടാ മൗലാന, ഇന്റെ വാപ്പ വേറെയാ, ഞാൻ താങ്ങൂല. ഈ തൊപ്പിട്ട് നടക്കുന്ന MP-യുടെ മുന്നിൽ 10 മിനിറ്റ് ഇരുന്നാൽ ആ മുന്നിലിരിക്കുന്ന അയാൾ വഹാബിയാക്കും. ഈ കഴിഞ്ഞ സമയത്ത് വരെ വഹാബിയാക്കിയുള്ളതുണ്ട്. നമ്മളെ ഏറ്റി നടക്കുക. ശംസുലമാനെ പറ്റി പറയും, കമറുലമാനെ പറ്റിയും പറയും, വല്ല ഉലമാനെയും പറയും. മുനാഫിക്ക, കള്ള മുനാഫിക്കാണ്, വഹാബിയാണ്. ലീഗ് എന്ന സാധനം ആവശ്യമാണ്, വിശ്വസിക്കുന്ന ആളെ ഞാനും. പക്ഷേ വഹാബിസത്തെ സുന്നികളുടെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന പണി നിർത്തിയിട്ടില്ലെങ്കിൽ മര്യാദ പഠിപ്പിക്കും. ഇനി കൂടുതൽ ആളൊന്നും വേണ്ട, റഹ്മത്ത് മതിയാവും. വളരെ ഈ കളിയൊക്കെ നിർത്തണം. നിങ്ങൾ മാനമര്യാദയ്ക്ക് ജീവിക്കണം. ലീഗിന്റെ പണി ലീഗ് എടുക്കുക, പണ്ഡിത സംഘടനയുടെ പണി സുന്നി മുജാഹിദ് തീരുമാനിക്കേണ്ട പണിയല്ലല്ലോ MLA-യുടെയും MP-യുടെയും പണി. അവരെന്തിനാ ഡൽഹി കുറഞ്ഞേച്ച്? അവരെന്തിനാ തിരുവനന്തപുരത്ത് കുറഞ്ഞേച്ച്? സമസ്തയുടെ ആലിമീങ്ങളൊക്കെ പോക്കാണ്, അല്ലെങ്കിൽ സുന്നികൾ മുശ്രിക്കുകളാണ്. ഇതൊന്നും രീതിയല്ല. സൂഫികളൊക്കെ കഞ്ചാവ് വലിയന്മാരാണ് എന്നാണ് ഈ MP-മാരൊക്കെ പറയുന്നത്. ഇതാണോ എന്റെ പണി? ഇതാണോ എന്റെ പണി? എന്തിനാടാ മൂടനായി സുന്നി നിറ നടക്കണ്? എന്താണോ ഞങ്ങൾക്കൊക്കെ ഉള്ള പണി? പറഞ്ഞ ഒരു റേഷൻ കാർഡ് വെട്ടുന്നതിന് എന്റെ വാപ്പാന്റെ റേഷൻ കാർഡാണോ ഞാൻ ഉണ്ടാക്കിയത്? ഞാൻ ഇന്ത്യൻ സർക്കാരല്ലേ എനിക്ക് റേഷൻ കാർഡ് തന്ന്? ലീഗിന്റെ MLA-മാരുടെ കയ്യിലാടാ റേഷൻ കാർഡ്. ലീഗിന്റെ കോണി സ്വർഗത്തിലേക്കാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നുണ്ട്. അത് ബാപ്പക്കനെ പൂക്കോന്റെ ലീഗാണ്. ഇന്നത്തെ വഹാബിയത്തിനെ താലോലിക്കുന്ന ആ രീതി, വഹാബിയത്തിനെ താലോലിക്കുന്ന രീതി, അത് താലോലിച്ചാൽ മുസ്ലിമത്ത് തകരും.
ഇവരെ യഥേഷ്ടം കയറൂരി വിടുക. ഇവര് നമ്മളെ ഇഫ്താർ മീറ്റിൽ വന്നിട്ട് ശംസുലമനെ പറ്റി രണ്ട് മതി പറഞ്ഞാൽ മൂടന്മാരായ പമ്പര മൂടന്മാരായ തലയിൽ ആൾ താമസമില്ലാത്ത സുന്നികൾ വിചാരിക്ക നമ്മളെ MLA MP ഒക്കെ സുന്നിയാണ്. അയ്യയ്യേ എന്റെ ചുണ്ണികളെ, നിങ്ങളെത്ര വലിപ്പുണ്ടല്ലോ. ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കാണ്. എനിക്ക് ഇന്ത്യൻ സർക്കാരാണ് റേഷൻ കാർഡ് തന്നത്, അല്ലാതെ ലീഗിന്റെ MLA MP അല്ല. എനിക്കവരോട് ഒരു വിരോധമല്ല. ലീഗിനോട്, ലീഗ് ഈ രാജ്യത്ത് വേണമെന്ന് ആരെക്കാൾ കുതിരശക്തിയിൽ വാദിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ വഹാബിയത്ത് പ്രചരിപ്പിക്കാനാണ് ഇന്ന് ലീഗ് പലപ്പോഴും പണിയെടുക്കുന്നത്. അത് നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ നാവുകൊണ്ട് നിങ്ങളെ പണി ഞാൻ തീർക്കും. അതേ സമയത്ത് ഇവിടെ ആവശ്യമുള്ള സാധനമാണത്. അതിന്റെ പണി അതെടുക്കണം, ഇതിന്റെ പണി ഇതെടുക്കണം. മോലിയരെ പണി മോലിയരെടുക്കണം. വഹാബിയുടെ പണി വഹാബി എടുക്കുന്നുണ്ട്. മുസ്ലിയാരെ പണി മുസ്ലിയാരെ എടുക്കണം. ലീഗിന്റെ പണി ലീഗ് എടുക്കണം. ചില MP-മാരെ പ്രസംഗം എന്റെ സംഘടന എന്തിനാ സംഘടനകൾ യൂറോപ്യൻ ഉൽപ്പന്നമല്ലേ. അതെ, ആദ്യത്തെ സംഘടന ഉണ്ടാക്കിയത് ആരാ? എടാ MP ആരടാ? വഹാബി. നിർബന്ധാവസ്ഥയിലാണ് സുന്നികൾ മതസംഘടന ഉണ്ടാക്കേണ്ടി വന്നത്. ലോക ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മതസംഘടന 1912 നവംബർ 18 ഡോക്ടർ ഹൈദർ നാഷിമിന്റെ നേതൃത്വത്തിൽ വഹാബികൾ ഉണ്ടാക്കിയ മുഹമ്മദിയ എന്ന സംഘടനയാണ്. അതിനു മുമ്പ് ലോക ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്ക് മതസംഘടന ഇല്ല. സംഘടന യൂറോപ്യൻ ഉൽപ്പന്നമാണ്. ലോക ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മതസംഘടന 1912 ജക്കാർത്തയിൽ, ഇന്തോനേഷ്യയിൽ. ആരുണ്ടാക്കി? ഡോക്ടർ ഹൈദർ നാസിർ എന്ന വഹാബി സംഘടന ഉണ്ടാക്കി. കേരളത്തിലെ ആദ്യത്തെ മതസംഘടന ഏതാ? ആദ്യത്തെ മുസ്ലിം മതസംഘടന 1921 ഐക്യസംഘം. ആലിമീങ്ങൾ അപ്പോഴുണ്ടാക്കിയില്ല, സുന്നി ആലിമീങ്ങൾ. നിർബന്ധാവസ്ഥയിൽ പിന്നെ 5 കൊല്ലം കഴിഞ്ഞ് ദിഫാ പ്രതിരോധം എന്ന നിലയിൽ 1926 സമസ്ത ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് അങ്ങനെ? സംഘടന കൂണുമോളം വർഷമൊന്തിയാലോ ഖലീഫ ഉണ്ടെങ്കിൽ നിർത്തിക്കളി പറയും. ഇന്ന് നിർത്തി എന്ന് പറയാൻ ആളില്ല. ഇന്ന് ചായ കുടികളും പഴംപൊരി തിന്നലും യോഗങ്ങൾ നടക്കേണ്ട ഒരു കാര്യം നടക്കണില്ല. എന്താ നടക്കണത്? കടലാസിലായിട്ടും. അതുകൊണ്ട് തിരിച്ചറിയണം. സുന്നികൾ ലോകത്തധികാരികളായ കാലത്ത് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ജൂതന്മാരും ക്രിസ്ത്യാനികളും എല്ലാവരും സന്തോഷത്തോടെ ഏകോദര സഹോദരങ്ങളായി ജീവിച്ചിട്ടുണ്ട്. അതെല്ലാം വഹാബിയത്തിന്റെ ഇൻഫ്ലുവൻസിലൂടെ നഷ്ടപ്പെട്ടു പോയി. അവർ ഭീകരവാദം വളർത്തി എന്ന് മാത്രമല്ല 1960-കൾക്ക് ശേഷം അവർക്ക് പണം കൈവന്നു. ആ പണം മുഴുവനും വഹാബിസം പ്രചരിപ്പിക്കാൻ ആര് പ്രേരിപ്പിച്ചു? ബ്രിട്ടനും അമേരിക്കയും. വഹാബിസം പ്രചരിപ്പിക്കണമെന്ന് അവരെ പ്രേരിപ്പിച്ചത് ആര്? സാക്ഷാൽ ബ്രിട്ടനും അമേരിക്കയും. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങളിൽ ശിഥിലീകരണം ഉണ്ടാകണമെങ്കിൽ വഹാബിസം പ്രചരിപ്പിക്കപ്പെടണം. കോൾഡ് വാറിന്റെ സമയത്ത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കൽപ്പന പ്രകാരമാണ് ഞങ്ങൾ വഹാബിസം പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞത് സാക്ഷാൽ മുഹമ്മദ് ബിൻ സൽമാന. ഇന്നത്തെ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു കോൾഡ് വാറിന്റെ സമയത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ നാടുകളിലൊക്കെ കയറി വന്നു. അവരെ പണം എല്ലായിടത്തും വന്നപ്പോൾ സുന്നി മൗലാവനമാരും ഒരളവോളം ഇവരെന്നായിരിക്കും ഖിയാമത്ത് നാൾ വരെ ഭരിക്കുക, മിണ്ടണ്ടെന്ന് പറയാൻ തീരുമാനിച്ചു. മഹദി മാവിലും നമ്മൾക്ക് ഓതി കൊടുക്കണം മഹദിയിലെ വിശ്വാസമുള്ളൂ, ജീവിക്കുന്ന മഹദിയിൽ വിശ്വാസമല്ല. എല്ലാം തകർന്ന് തരിപ്പണമായി. എല്ലാം ലോക മുസ്ലിം രാജ്യത്തിന്റെ പ്രതീകമായി ഇപ്പോൾ നിൽക്കുന്നത് സൗദി അറേബ്യയാണ്. അവരുടെ കയ്യിൽ എന്ത് ദീൻ? ലോക മുസ്ലിമീങ്ങളെ കൂട്ടക്കൊല ചെയ്താലും ഒരു പ്രശ്നമില്ല, ദീനില്ലാതെ പ്രശ്നമില്ല. എന്തുകൊണ്ട്? അവർ ബ്രിട്ടന്റെ കുട്ടിയാ, ഉണ്ടൂല. അതിന് പുറമെ അവരെ പണം മുഴുവനും ചെലവഴിക്കുന്നത് വഹാബിസവും ടെററിസവും ഭീകരവാദവും ചെലവഴിക്കാനാണ്. ഭീകരവാദം വേറെണ്ടല്ല, വഹാബിസം തന്നെ ഭീകരവാദം. യൂറോപ്പിൽ ഹോളി റോമൻ എംപയർ ഒരു ഇൻക്വിസിഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിൽ ഇൻക്വിസിഷൻ നടത്തിയത് വഹാബികളാണ്. 100 കോടി ജനങ്ങളെയാണ് യൂറോപ്പിൽ ഇൻക്വിസിഷൻ കാലത്ത് ഹോളി റോമൻ എംപയർ കൊന്നത്. അതേ പണി 1744-ന്റെയും 1800
18-ന്റെയും ഇടയിൽ ഹിജാസിൽ ഇവർ ചെയ്തു. പിന്നെ 1902 ശേഷം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി. അല്ലാഹു വഹബനി റബ്ബി, ഈ താരീഖ് പഠിക്കാൻ അള്ളാഹു എനിക്ക് നൽകിയ തൗഫീഖാണ്. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ അള്ളാഹിൻ്റെ കോടതിയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകും. ഞങ്ങളെ ആരും പേടിക്കാതെ പറഞ്ഞത് സിറാത്ത് പാലത്തിൽ ഉണ്ടാവുക ഏതെങ്കിലും മൂല്യരാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. അവിടെ മുസ്തഫ നബിൻ്റെ സഹായം ഉണ്ടാവും. ഞാൻ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ദീനിന് വേണ്ടി അത് ചെയ്തത്. നിങ്ങളെ ഞാൻ പേടിക്കണമില്ല. നിങ്ങളോടൊക്കെ പെരിയ വന്ന് സമ്മതം ചോദിച്ചിട്ട് ഇങ്ങനത്തെ പ്രസംഗം നടക്കാൻ കഴിയൂല. അതുകൊണ്ട് ആരോടും ഞാൻ സമ്മതം ചോദിച്ചിട്ടില്ല. പറയേണ്ടവരോട് രഹസ്യമായി പറഞ്ഞിട്ടുണ്ട്. അവന് സമ്മതമുണ്ട്. അത് സാലിഹ്യങ്ങളാണ്, ഒരു സുന്നികളാണ്. ഇത്രേ ആവശ്യമുള്ളൂ.